നമ്മൾക്ക് എന്താ പറയാ, ഒരു ലീനിയർ ഓപ്പറേറ്റർ, സെൽഫ് അഡ്ജോയിന്റ് ലീനിയർ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്താൽ അതിന്റെ ഏഗൻ വാല്യൂസ് റിയൽ ആണെന്നും ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഒരു ലീനിയർ ഓപ്പറേറ്ററിന് അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്ററിന് ഏഗൻ വാല്യൂ എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമെന്നോ ഏഗൻ വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു റിസൾട്ടിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എന്താണ് നോൺ സീറോ വെക്ടർ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ, ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിന് എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് വാല്യൂ, ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു inner product space, finite dimensional inner product space of dimension n greater than 0 consider ചെയ്തു. Dimension of V is n and which is greater than 0. Positive dimension, അതായത് നോൺ സീറോ വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്തു. ആൻഡ് T എന്ന് പറയുന്നത് T is a self-adjoint linear operator defined on V ആണ്. Now choose an orthonormal basis B for P and let the matrix of T with respect to B is equal to A. So orthonormal basis choose ചെയ്തു. With respect to B യിൽ T യുടെ matrix representation A ആണെന്ന് എടുത്തു. അപ്പോൾ T self adjoint ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, A യും self adjoint ആയിരിക്കും. So A is a self adjoint matrix. Now consider the space W is equal to Cn by 1, the set of all column matrices of order n by 1 n. Okay, now define the map, the linear operator U from W to W, which is defined by U of x is equal to Ax, left multiplication by A എന്ന് പറയുന്ന ഈ ഒരു ലീനിയർ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യാം. And consider the vector space W with the inner product xy is equal to y star x. അപ്പോൾ ഇത് inner product space ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ ആണ്. Now A സെൽഫ് അഡ്ജോയിന്റ് ആയതുകൊണ്ട് U വും സെൽഫ് അഡ്ജോയിന്റ് ആണ്. Since A is self adjoint implies that U is also self adjoint. അപ്പോൾ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് a self adjoint operator defined on this inner product space ആണ്. Now what is the characteristic vector of this operator? എന്താണ് വരിക? Sorry, characteristic polynomial. Characteristic polynomial എന്താണ്? Determinant of Ci minus A ആണ് വരിക അല്ലേ? അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിട്ട് വരുന്നത്. അപ്പോൾ വിച്ച് ഇസ് എ പോളിനോമിയൽ ഓവർ എന്താണ്, ഇപ്പം ചൂസ് ചെയ്തിരിക്കുന്ന വെക്റ്റർ സ്പേസ് കോംപ്ലക്സ് ആയിരുന്നെങ്കിൽ പോളിനോമിയൽ ഓവർ സി ആണ്. ആൻഡ് സിയിൽ നമ്മൾക്ക് എന്തറിയാം, ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും പോളിനോമിയൽസിനെല്ലാം റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. സോ ഈ ഒരു പോളിനോമിയലിനും എന്തായാലും റൂട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ ഒരു പോളിനോമിയലിന് റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി സി. സി ആണ് ആ ഒരു റൂട്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി തീർന്നു? സി എന്ന് പറയുന്നത് എന്താണ്, ഈ പോളിനോമിയലിന്റെ റൂട്ടാണ്. ആൻഡ് പോളിനോമിയൽസിന്റെ റൂട്ടാണ് നമ്മൾക്ക് എന്തായിട്ട് വരുന്നത്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് ഈ ഒരു സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ യുവിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെന്ന് കിട്ടി അല്ലേ? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റൂട്ട്
characteristic value of the linear operator u ആണ് and u is self adjoint. Therefore നമ്മൾക്ക് എന്താണ് c എന്തായാലും എന്തായിരിക്കണം റിയൽ ആയിരിക്കണം. തൊട്ട് മുമ്പത്തെ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് c must be a real number. അപ്പൊ ഇത് കോംപ്ലക്സിന്റെ കേസിൽ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് റിയൽ ആയിരുന്നെങ്കിലും ഈ പോളിനോമിയൽ എന്തായാലും എന്താണ് റിയൽ ഓവർ റിയലിലുള്ള പോളിനോമിയൽ ആയിരിക്കും. പക്ഷെ ഓവർ റിയലിലുള്ള പോളിനോമിയൽസ് ഒക്കെ തന്നെ എന്താണ് വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ സി ഓഫ് എക്സ് ആണ്. അപ്പോ ഈ റിയൽ പോളിനോമിയലിന് എന്താണ് സി ഓഫ് എക്സിലെ പോളിനോമിയൽ ആയതുകൊണ്ട് റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ആ റൂട്ടാണ് നമ്മൾക്ക് ആ ലീനിയർ ഓപ്പറേറ്ററിന്റെ ഏഗൻ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇത് ആറിലാണ് പറയുന്നത്. അപ്പൊ സിയിൽ എടുക്കുമ്പോൾ ആ പോളിനോമിയൽ നമ്മൾ സി ഓഫ് എക്സിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെന്താണ് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അഡ്ജോയിന്റ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണല്ലോ. അപ്പൊ എന്തായാലും ആ ഒരു റൂട്ട് എന്തായിരിക്കണം റിയൽ ആയിരിക്കണം. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി ഓവർ സി ആയാലും ഓവർ ആർ ആയാലും എന്ത് തന്നെയായാലും ഇങ്ങനൊരു റിയൽ റൂട്ട് ഈ പോളിനോമിയലിന് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കിട്ടി. അപ്പോ ആ റിയൽ റൂട്ട്സ് ആണ് എന്തായിട്ട് വരുന്നത് ഏഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് യു ആയിട്ട് വരുന്നത്. സോ യുവിന് എന്തായാലും എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എക്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്ടർ എക്സ് സച്ച് ദാറ്റ് യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഇൻറ്റു എക്സ്. അപ്പൊ എന്താണ് നമ്മൾക്ക് യു ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് ആയിട്ട് ഒരു നോൺ സീറോ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി എ എക്സ് ഈക്വൽ ടു സി എക്സ് എന്നല്ലേ. എ എക്സ് ഈക്വൽ ടു സി എക്സ് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്ക് കറസ്പോണ്ടിങ്. ആൻഡ് സി ആണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിട്ട് വരുന്നത്. ഇതേ സെയിം എക്സും ഇതേ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾക്ക് ഈ എക്സ് ഇൻ ടേംസ് ഓഫ് ദീസ് കോർഡിനേറ്റ്സിൽ ബേസിസ് എലമെന്റ്സ് നേരത്തെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ബേസിസ് എലമെന്റ്സിൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വരും ടിക്ക് കറസ്പോണ്ടിങ് ഒരു നോൺ സീറോ ഈഗൻ വെക്ടർ ആൽഫയും നോൺ സീറോ വെക്ടർ ആൽഫയും and this value cu exist ചെയ്യുന്നുണ്ട് such that t of alpha is equal to c alpha. So നമ്മൾക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്ററിന് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. And c is the characteristic value which is real. Okay.